ഹായ് ഓൾ, മലയാളത്തിലുള്ള പൈത്തൺ കോഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് പൈത്തൺ ലൂപ്പാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും എസ്പെഷ്യലി പൈത്തണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൂപ്പ് എന്താണെന്ന് നോക്കാം. ലൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്സ് റിപ്പീറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ലൂപ്സ് 2 ടൈപ്സ് ആണ് പൈത്തണിലുള്ളത്. ഒന്ന് ഫോർ ലൂപ്പ്, 2 വൈൽ ലൂപ്പ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനത് വൈൽ ലൂപ്പും ഈ പറഞ്ഞിട്ടുള്ള ഫോർ ലൂപ്പും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് ഓൾസോ അത് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് ലിസ്റ്റ്, ടെപ്പിള്, സ്ട്രിങ്, റേഞ്ച് ഇതുപോലെയൊക്കെയുള്ള സീക്വൻസ് ഡാറ്റ ടൈപ്പിൽ ഇറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്ററേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്തൊരു ലിസ്റ്റ് ഉണ്ട്, അതിൽ ഒരു 100 ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഈ 100 ഐറ്റംസ് 1 by 1 പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് 1 by 1 ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഡാറ്റേനെ എനിക്ക് ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. ശേഷം എന്ത് ചെയ്യാം? ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നെക്സ്റ്റ് ഡാറ്റയിലേക്ക് പോകും, അത് പ്രിൻറ്റ് ചെയ്യും. ഇങ്ങനെ ഞാൻ 1000 ഡാറ്റ ഐറ്റംസ് ആണ് ഉള്ളതെങ്കിൽ അതെനിക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്സ് അല്ലെങ്കിൽ ഒറ്റ കോഡ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതല്ലാതെ നമുക്ക് ഒരു ഹലോ എന്ന വേർഡ് എനിക്കൊരു 1000 തവണ അല്ലെങ്കിൽ 2000 തവണ അല്ലെങ്കിൽ 1,00,000 തവണ പ്രിൻറ്റ് ചെയ്തെടുക്കണം. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്കത് കോഡിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കത് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചുള്ള കോഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനൊരു കോഡ് ജസ്റ്റ് റൈറ്റ് ചെയ്യാണ്, സിമ്പിൾ കോഡാണ്. ഞാനത് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, ഫോർ I in range ജസ്റ്റ് 5 കൊടുത്തു. എനിക്ക് 5 ടൈംസ് ഒരു കോഡ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ പ്രിൻറ്റ് എന്താണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഹലോ ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്, ഹലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനൊരു കോഡ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം 4 എന്നൊരു കീവേഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 4 കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പൈത്തന് അല്ലെങ്കിൽ ഫോർ പൈത്തനോട് പറയും റിപ്പീറ്റ് സംതിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. എന്ന് വെച്ചാൽ ഫോർ ലൂപ്പ് പൈത്തൻ അത് ക്ലിയർ ആവും, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഐ എന്താണ്? ഇറ്റ്സ് എ വാരിയബിൾ അല്ലെങ്കിൽ വാരിയബിൾ നെയിമാണ്. സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ലൂപ്പ് വാരിയബിൾ എന്ന് പറയാം. ഇനി ഐ ഇൻ റേഞ്ച് 5 ആണ്. ഇവിടെ റേഞ്ച് 5ലാണ് ഞാൻ ഐ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം റേഞ്ച് 5 എന്ന് കൊടുത്താൽ നിങ്ങൾക്കറിയാം 0, 1, 2, 3, 4 ഈ 5 നമ്പേഴ്സാണ് എക്സിക്യൂട്ട് ആവുന്നത്. അല്ലെങ്കിൽ എന്താണ്? 5 എക്സിക്യൂട്ട് ആവില്ല, അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് 5 ആണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഇത് നിങ്ങൾ റേഞ്ച് ഞാൻ ഡാറ്റ ടൈപ്സിൽ ക്ലാസ് എടുത്തപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഇരിക്കാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ 0, 1, 2, 3, 4 ഇത്രയും ഈ 5 ടൈംസ് ആണ്, 5 നമ്പേഴ്സാണ് ഇതിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഞാൻ ഐ എന്താണ്? ഐയുടെ വാല്യൂ ഫസ്റ്റ് എന്തായിരിക്കും? 0. ഓക്കെ, ദെൻ വീണ്ടും ഈ ലൂപ്പിലേക്ക് വരും. അപ്പോൾ 0 ആണെങ്കിൽ എന്താണ്? ഫസ്റ്റ് പ്രിൻറ്റ് ഹലോ പ്രിൻറ്റ് ചെയ്യും. ദെൻ ലൂപ്പിൽ വീണ്ടും തിരിച്ചു വരും. എന്ത് ചെയ്യും? അവിടെ ഐയുടെ വാല്യൂ എന്ത് ചെയ്യും? 1 കൊടുക്കും. അതെന്ത് ചെയ്യും? അഗെയിൻ പ്രിൻറ്റ് ഹലോ. അതായത് ഏത് വാല്യൂ ഇവിടെ മാറിയാലും പ്രിൻറ്റ് ഹലോ ആണ് ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്, ഹലോ ആണ്. ദെൻ എന്ത് ചെയ്യും? 2 കൊടുക്കും. 2 കൊടുത്തെന്താണ്? അഗെയിൻ പ്രിൻറ്റ് ഹലോ ചെയ്യും, നേരെ ലൂപ്പിൽ തിരിച്ചെത്തും. 3 കൊടുക്കും, പ്രിൻറ്റ് ഹലോ കൊടുക്കും, നേരെ ലൂപ്പിൽ തിരിച്ചെത്തും. നെക്സ്റ്റ് എന്ത് ചെയ്യും? 4 കൊടുക്കും, അത് പ്രിൻറ്റ് ചെയ്യും, ലൂപ്പിൽ തിരിച്ചെത്തി. പിന്നെ എന്താണ്? പിന്നെ അങ്ങോട്ടേക്ക് നമ്പേഴ്സ് ഇല്ല, സോ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ 0 മുതൽ 4 വരെ 5 നമ്പേഴ്സാണ് കൊടുത്തത് അല്ലേ? അപ്പോൾ ഇത് 5 ടൈം ഹലോ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം 1, 2, 3, 4, 5 5 തവണയാണിത് പ്രിൻ്റ് ആയിട്ടുള്ളത്.
ഓക്കെ, നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പിലെ ഐറ്റത്തിനെ 1 by 1 പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഫ്രൂട്ട്സ് എന്നുള്ള പേരുള്ള ഒരു ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫ്രൂട്ട്സിൻ്റെ നെയിമാണ് അല്ലെങ്കിൽ ഐറ്റംസ് ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ആപ്പിൾ കൊടുത്തു, ദെൻ മാംഗോ, അത് കഴിഞ്ഞ് ഗ്രേപ്പ്. ഓക്കെ, ഞാനൊരു 3 ഫ്രൂട്ട്സിൻ്റെ നെയിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 3 ഐറ്റംസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എനിക്കിത് 1 by 1 പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഞാനതിന് ഫോർ ലൂപ്പ് അപ്ലൈ ചെയ്യണം, അതായത് 4 കീവേഡ് കൊടുത്തു. ദെൻ ഐ ഇൻ ലിസ്റ്റിൻ്റെ പേര്, അതായത് ഈ ലിസ്റ്റിലുള്ള ഫ്രൂട്ട്സിനെയാണ് എനിക്ക് 1 by 1 ലിസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് തന്നെ കൊടുക്കുകയാണ്, അതായത് ഈ ലിസ്റ്റിൻ്റെ പേര് കൊടുത്തു. ഓക്കെ, ഫോർ ഐ ഇൻ ഫ്രൂട്ട്സ്. നമുക്കറിയാം കോളം കൊടുത്തു, ദെൻ പ്രിൻ്റ് കൊടുക്കുകയാണ്. പ്രിൻ്റിൽ എന്താ കൊടുക്കുന്നത്? ഞാൻ എന്താണ് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ എനിക്ക് ഐ, അതായത് നിങ്ങൾക്കറിയാം ഫോർ ഐ ഇൻ ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഐയുടെ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും? ആപ്പിൾ. ഐ ഈസ് ഈക്വൽ ടു ഐ എന്ന വേരിയബിളിൽ ഞാൻ ആപ്പിളാണ് അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യും? ആ വാല്യൂ എനിക്കിവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരെ ലൂപ്പിൽ തിരിച്ചെത്തും. ഐൻ്റെ വാല്യൂ ഞാൻ സെക്കൻഡ് മാംഗോ കൊടുക്കും അല്ലേ? ദെൻ എന്ത് ചെയ്യും? അത് പ്രിൻ്റ് ചെയ്യും. ദെൻ വീണ്ടും ലൂപ്പിൽ തിരിച്ചെത്തും, ഐൻ്റെ വാല്യൂ എന്ത് കൊടുക്കും? ഗ്രേപ്പ് കൊടുക്കും. ദെൻ നമുക്കെന്താണ്? ഇത് 3ഉം പ്രിൻ്റ് ചെയ്ത് കിട്ടും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പിൽ, ഞാനിപ്പോൾ ലിസ്റ്റിലാണ് ചെയ്തത്, ഇതുപോലെ നമുക്ക് ടെപ്പിളിലും അതുപോലെ എന്താണ് സീക്വൻസ് ആയിട്ടുള്ള എല്ലാ ഡാറ്റ ടൈപ്പിലും നമുക്കിത് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഈഫ് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ. വൈൽ കൊടുത്തതിന് ശേഷം, അല്ല ആ കീവേഡ് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ നമ്മളുടെ ബ്ലോക്ക് ഓഫ് കോഡ്സ്, അതായത് കണ്ടീഷൻ കഴിഞ്ഞിട്ട് വരുന്ന ബ്ലോക്ക് ഓഫ് കോഡ്സ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ആവും. ഇനി കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിലോ ഈ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൽ ലൂപ്പ് ഉപയോഗിച്ചുള്ള കോഡിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 1 to 5 നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്, അത് വൈൽ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം ഒരു നമ്പർ എന്ന ഒരു വേരിയബിൾ നെയിമിൽ 1 എന്നൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ഞാൻ എന്ത് ചെയ്യാണ്? അസൈൻ ചെയ്യാം. ഓക്കെ, ദെൻ വൈൽ ലൂപ്പ് അപ്ലൈ ചെയ്യാം. വൈൽ കീവേഡ് കൊടുത്തു, ഇനി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. എന്താണ്? ഞാൻ ഈ നമ്പർ വെച്ചിട്ടാണ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അതായത് ഞാൻ 5 വരെയുള്ള നമ്പേഴ്സാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആകുന്നവരെ എന്ത് ചെയ്യും? ഇത് ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എന്താണ് എനിക്ക് പ്രിൻ്റ് ചെയ്യാം? എന്തിനാണ് പ്രിൻ്റ് ചെയ്യുന്നത്? ഈ നമ്പറിന്. ഓക്കെ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നവരെ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിൽ എന്താണ് ഈ കോഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? പ്രിൻ്റ് നമ്പർ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം? ഈ നമ്പറിനെ ജസ്റ്റ് 1 വാല്യൂ വെച്ച് ഇൻക്രിമെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം അസൈൻമെൻറ്റ് ഓപ്പറേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ പ്ലസ് ഈക്വൽ ടു 1 കൊടുത്തു. ഇത് നിങ്ങൾ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ അറിയില്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റേഴ്സിൻ്റെ ക്ലാസ് ജസ്റ്റ് പോയി ഒന്ന് വാച്ച് ചെയ്യുക. അവിടെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മീനിങ് ഇത്രയാണ്. നമ്പർ എന്താണ്? എത്രയാണോ ഉള്ളത് പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിനോട് 1 വാല്യൂ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ് പ്ലസ് 1 ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കും. ഇവിടെ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ എത്രയാണ്? നമ്പർ ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ദെൻ വൈലിൽ ഞാനൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പർ അല്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നത് വരെ കോഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ദെൻ പ്രിൻ്റ് നമ്പർ കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്ത വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ വൈൽ കണ്ടീഷൻ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി,
നമ്പർ ഈസ് ഈക്വൽ ടു 1 അല്ലേ? നമ്പറിന് പകരം 1 ആണ് അവിടെ ഉള്ളത്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ? 1 5നേക്കാൾ കുറവാണ്. അപ്പോൾ എന്താണ്, കൃത്യമായിട്ട് പ്രിന്റ് നമ്പർ കൊടുത്താൽ ആ 1 എന്താണ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ദെൻ ഞാൻ കൊടുക്കുക എന്താണ്, നമ്പർ പ്ലസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ നമ്പർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 എത്രയാണ്, 2 ആവും. ഓക്കെ, അപ്പോൾ നമ്പറിന്റെ വാല്യൂ 1 പ്ലസ് 1 2 ആയി. ആ 2 ആണ് ഇനി നിലവിലിവിടെ ഉണ്ടാവുക. ദെൻ എന്ത് ചെയ്യും, നേരെ 2 ഞാൻ ഈ വൈൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. സെക്കൻഡ് വാല്യൂ 2 പ്രിന്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, 2 പ്ലസ് 1 3 ആക്കി. നേരെ എന്ത് ചെയ്യും, ഈ നമ്പറിൻ്റെ ഇവിടെ എന്ത് ചെയ്യും, 3 അപ്ലൈ ചെയ്യും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, അത് പ്രിന്റ് ചെയ്യും. എഗെയിൻ എന്ത് ചെയ്യും, നമ്പർ പ്ലസ് 1 ചെയ്യും, 4 കിട്ടും. 4 കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും, 5നേക്കാൾ കുറവാണ്, അത് പ്രിന്റ് ചെയ്യും. ദെൻ 4 പ്ലസ് 1 വരും ഇവിടെ. അത് നേരെ എന്താണ്, നമുക്കറിയാം 5 ആണ്. 5 ഈ കണ്ടീഷനിൽ കൊടുത്താൽ എന്ത് ചെയ്യും, ലാസ്റ്റ് വാല്യൂ അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5 ഈക്വൽ ടു 5 ആണ്, അപ്പോൾ അത് ലാസ്റ്റ് വാല്യൂ ആണ്. അതെന്ത് ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് വാല്യൂ എന്താണ്, 5 പ്ലസ് 1 6 ആണ്. 6 ഞാൻ ഈ കണ്ടീഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, അത് പ്രിന്റ് ആവുമോ? ഇല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 6 ഇവിടെ പ്രിന്റ് ആയി കിട്ടുള്ളൂ. അപ്പോൾ അത് സ്റ്റോപ്പ് ആക്കും. അത് തന്നെ 5 ആണ് ലാസ്റ്റ് വാല്യൂ ആയിട്ട് നമുക്ക് പ്രിന്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രിന്റ് എടുത്ത് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം 1 2 3 4 5 ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്തത്, വാല്യൂസ് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 to 5 ആണ് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഒരു 10 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, 1 to 10 കിട്ടും. ഇതുപോലെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് നോക്കാം നമുക്ക് വേണമെങ്കിൽ. അത് 4i ഇൻ റേഞ്ച്, അതായത് റേഞ്ച് ഫംഗ്ഷനാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, റേഞ്ച് എന്താണ്, ഞാനിപ്പോൾ 1 to എനിക്ക് എത്രയാണ് വേണ്ടത്, 10 വരെ ആണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം, 11 വരെ കൊടുത്തു. ഓക്കെ, ഞാനിത് ഫാസ്റ്റായിട്ട് പറയുന്നുണ്ട്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഫോർ ലൂപ്പിൻ്റെ എങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ക്ലാസ് കൂടി കണ്ടതിന് ശേഷം ഇത് കാണാം. ഓക്കെ, അതായത് 4i ഇൻ റേഞ്ച്, ഐ മീൻസ് എന്താണ്, ഫസ്റ്റ് അതായത് ലൂപ്പ് വേരിയബിൾ ആണ്. ലൂപ്പ് വേരിയബിൾ ഇവിടെ ഫസ്റ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും. ദെൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇറ്ററേഷനിൽ 2 ആയിരിക്കും. അങ്ങനെ എവിടെ വരെ പോവും, എക്സ്ക്ലൂഡിങ് ലാസ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ 11 ഉണ്ടാവില്ല, 10 വരെ ഇത് പോകും. നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. കൃത്യമായിട്ട് 1 to 10 അത് പ്രിന്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. മീൻസ് 2-3 ടൈംസ് നമ്മൾ ചെയ്താൽ അതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടും. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൂപ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പഠിക്കാനുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.